സിനിമയിൽ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യും, നമ്മൾ എത്രയോ വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വിജയിനെയാണ്. വിജയ് ഫാനാണ്. അദ്ദേഹത്തെ ഇതുവരെ എനിക്ക് നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള, പക്ഷെ നേരിട്ട് മീറ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുമില്ല. അല്ലെങ്കിൽ അങ്ങനൊരു എന്താ പറയുക അറ്റംപ്റ്റ് ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ഗേൾ എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി എനിക്ക് മലയാള സിനിമയിൽ അങ്ങനെ ആരോടും ആരാധനയില്ലേ? എല്ലാവരോടും ഉണ്ട്. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഇവരുടെയൊക്കെ സിനിമകൾ കണ്ട് വളർന്ന, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്തു വെച്ചിട്ടുള്ള എത്രയോ ആളുകളാണ്. ലാൽ സാറ്, മമ്മൂക്ക, ഓൾമോസ്റ്റ് ഇവരോടൊക്കെ എല്ലാം ഒരു സീനിയർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സിനോടൊപ്പം വർക്ക് ചെയ്യാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ. അപ്പോൾ ഇവരോടെല്ലാം ഭയങ്കര ആരാധനയും ബഹുമാനവുമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുന്നേ, അതായത് ഒരു തുടക്കം, ഒരു ഇനീഷ്യേറ്റീവാണ് എടുത്തത് ഹണി. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം അറ്റാക്കൊക്കെ നടക്കുമ്പോൾ കുറച്ചും കൂടെ ശക്തമായിട്ടുള്ള നിയമം വേണം, കുറച്ചും കൂടെ എളുപ്പമുള്ള നിയമം വേണം, അങ്ങനെ തോന്നിയിരുന്നു. വല്ലാത്തൊരു നൂലാമാലകളാണ് ഇതിൻ്റെ പിറകെ നടക്കേണ്ടി വരുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പലരും പറയാറുണ്ട് സൈബർ. തീർച്ചയായിട്ടും, പ്രത്യേകിച്ചും ഈ സൈബർ ക്രൈം. കാരണം നമ്മൾ ഇതിൻ്റെ പുറകെ കുത്തിയിരുന്നിട്ട് അതിൻ്റെ എന്താണ് ആ കോണ്ടന്റ് എടുത്ത് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഈസി ആയിട്ടുള്ളൊരു ജോബല്ല. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരാൾ വന്ന് തെറി എഴുതുക അല്ലെങ്കിൽ വൃത്തിയുടെ പറയുക എന്ന് പറഞ്ഞാൽ ഇയാളെ കണ്ടുപിടിച്ച് ചിലപ്പോൾ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് കൊടുത്ത് ഇതൊന്നും നമ്മൾ ഭയങ്കര ഒരു ഈസി ആയിട്ട് ഇയാളെ പോയി പിടിക്കുക എന്നുള്ളൊരു അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു നിയമം ഇല്ല, ഓർ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത് അതിൻ്റെ റിയാലിറ്റി തന്നെയാണ്. ഇപ്പം ഞാൻ പരാതിപ്പെട്ടപ്പോൾ അതിന് ഒരു പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക ഒരു നിയമ സംവിധാനവും അതിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടും എനിക്ക് കിട്ടി എന്നുള്ളത് അതിൻ്റെ റിയാലിറ്റിയാണ്. പക്ഷേ അത് കിട്ടാത്ത ആളുകളുമുണ്ട്. അവർക്കും കൂടി ഒരു കൃത്യമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ സൈബർ ക്രൈംസിന് അതിന് ഏത് രീതിയിലുള്ള എന്താ പറയുക അതിനുള്ള പണിഷ്മെൻ്റ് ഏത് രീതിയിലാണെന്നുള്ളതും ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആവശ്യം. സംസ്ഥാന സർക്കാർ നൽകിയൊരു പിന്തുണ ഇതിനകത്ത് അത് വളരെ അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോഴും പലരും വളരെ ജെന്യൂൻ ആയിട്ടുള്ള കമൻറ്റുകൾ പറഞ്ഞു. ഇത്തരം പരാതികളുമായിട്ട് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഇത്ര പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുകയോ ഈ കൾപ്രിറ്റ്സ് അകത്ത് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഹണി റോസിനെ പോലെ ഒരാളായതുകൊണ്ട്, അങ്ങനെ ഒരു പ്രമുഖ നടിയായതുകൊണ്ടാണല്ലോ ഇത്തരം നടപടി ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഹണി തന്നെ ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആകണം എന്ന് ഒന്ന് പറഞ്ഞ് കേൾക്കണം എന്ന് നമ്മൾ. തീർച്ചയായിട്ടും എല്ലാവർക്കും. എനിക്കെന്താണ് പ്രത്യേകത? എനിക്കൊരു പ്രത്യേകതയുമില്ല. ഞാൻ സാധാരണ ഒരു വ്യക്തിയാണ്. ഞാനൊരു പരാതിയായിട്ട് വന്നപ്പം അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ അത് വേണ്ട രീതിയിൽ അതിൻ്റെ എന്താ പറയുക പ്രാധാന്യം കൊടുത്ത് അതിന് വേണ്ട നടപടി സ്വീകരിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. ആ സന്തോഷം നമുക്ക് എല്ലാവർക്കും, ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ കിട്ടണമെന്ന് ഭയങ്കരമായി ആഗ്രഹിക്കുന്ന ആളുമാണ്.